إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ മനോഹരമായ അധ്യാപനങ്ങളിലൂടെ ഏതൊരു മനുഷ്യനും ഈ ഭൗതിക ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഉപജീവനത്തിൻ്റെ മാർഗങ്ങൾ, ഭൗതികമായ സുഖങ്ങളുടെ വാതായനങ്ങൾ, അത് നമുക്ക് എളുപ്പമാകാൻ ദീൻ നമ്മോട് നിർദ്ദേശിക്കുന്ന നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ചില കാരണങ്ങളും നമ്മുടെ റിസ്ക് നമുക്ക് എളുപ്പമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പാഠങ്ങളുമാണ് നാം സൂചിപ്പിച്ചത്. അതിനോടനുബന്ധമായി തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഖുത്ബയിൽ പരസ്പരം ഓർമ്മപ്പെടുത്താനാണ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിലുള്ള അടിയുറച്ച ഈമാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലും അല്ലാഹു ഹറാമാക്കിയത് ഒഴിവാക്കലും അവൻ നിർബന്ധമാക്കിയത് ഒഴിച്ചുകൂടാതിരിക്കലുമാണ് ഭൗതികമായ സുഖങ്ങളും ഉപജീവനവും നമുക്കനുകൂലമാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതോടൊപ്പം അല്ലാഹുവിലുള്ള സത്യസന്ധമായ തവക്കുൽ, അവനിൽ കാര്യങ്ങൾ സമ്പൂർണമായി ഭരമേൽപ്പിക്കുന്ന അവസ്ഥ, നിരന്തരം നാം ആഗ്രഹിക്കുന്നത് അല്ലാഹുവിനോട് മടുക്കാതെ തേടിക്കൊണ്ടേയിരിക്കുക, അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന ദുആ എന്ന സർവ്വ നന്മകളുടെയും താക്കോൽ. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്, വിശിഷ്യ വെള്ളിയാഴ്ച ദിവസം, അതും നമുക്ക് റിസ്ക് നേടിത്തരാൻ പ്രധാനപ്പെട്ട കാരണമാണ് എന്നത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. കടവും പ്രതിസന്ധികളും സാമ്പത്തിക പ്രാരാബ്ദങ്ങളുമെല്ലാം അനുഭവിക്കുന്ന ആളുകൾ സത്യസന്ധമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ അവർ അത് വീട്ടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അതിലേർപ്പെട്ടതെങ്കിൽ അല്ലാഹു അവരെ സഹായിക്കും, അല്ലാഹു അവർക്ക് വീട്ടി നൽകും എന്നതും നാം സൂചിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മെ നമുക്ക് നേടിത്തരുന്ന പ്രധാനപ്പെട്ട ഗുണമാണ്, ഈമാനിൻ്റെ പാതിയാണ് ക്ഷമ. ക്ഷമയില്ലാത്തവർക്ക് ഭൗതികമായും പാരത്രികമായും യാതൊന്നും നേടാൻ സാധിക്കുകയില്ല എന്നതും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അക്കൂട്ടത്തിൽ നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം,
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയുള്ളവരാകുക എന്നതാണ്. മുൻഗാമികൾ പറഞ്ഞു, വശുക്റുല്ലാഹി ജല്ല വഅല സിയാദത്തുൻ ഫിൽ അർസാഖ് വഫീഹി ഹിഫ്ളുൻ ലിന്നിഅമിൽ മൗജൂദ വസ്തിജ്ലാബുൻ ലിന്നിഅമിൽ മഫ്ഖൂദ. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരാകുക എന്നത് നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ വർധനവുണ്ടാകാനുള്ള കാരണമാണ്. നമുക്ക് അല്ലാഹു നൽകിയ നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അത് പാഴാകാതിരിക്കാൻ, അത് സംരക്ഷിക്കപ്പെടാൻ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ അത് നിലനിൽക്കാനും സംരക്ഷിക്കപ്പെടാനും അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നത് കാരണമാണ്. അതുപോലെ തന്നെ വസ്തിജ്ലാബുൽ നിഅമിൽ മഫ്ഖൂദ, നമുക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ അത് വീണ്ടെടുക്കാൻ, തിരിച്ചു ലഭിക്കാനും അല്ലാഹുവിന് നന്ദിയുള്ളവരാകുക എന്നത് കാരണമാണ്. നേടാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ നേടാനും ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ നിലനിൽക്കാനും ഭൗതിക ഉപജീവനോപാധികൾ അതിൽ വർധനവുണ്ടാകാനുമെല്ലാം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നത് കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇപ്പോൾ ഇതാ ഈ വാചകങ്ങൾ, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ പലരും ആപ്തവാക്യം പോലെ വാഹനങ്ങളിലും അതുപോലെ തന്നെ പോസ്റ്ററുകളിലും വീടുകളിലുമെല്ലാം പതിച്ചു വച്ചിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ പാഠങ്ങൾ പലപ്പോഴും അതെഴുതുന്നവരും പ്രദർശിപ്പിക്കുന്നവരും ചിന്തിക്കാറില്ല എന്ന് മാത്രം. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വിളംബരം ചെയ്തിരിക്കുന്നു, അവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ അവന് നന്ദി ചെയ്യുകയാണെങ്കിൽ ലഅസീദന്നകും, അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അവൻ പറയുന്നു, നിങ്ങൾ എന്നോട് നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകുക തന്നെ ചെയ്യും. എന്താണ് ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതിൽ വർധനവ് അല്ലാഹു നൽകുമെന്നാണ്. ചെയ്ത് തന്നതിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, ഈ വാചകം പലപ്പോഴും പലരും മറച്ചു വെക്കാറുണ്ട്. എന്നാൽ എന്നോട് നിങ്ങൾ നന്ദി കേട് ചെയ്താലോ എൻ്റെ ശിക്ഷ അത് കഠിനമായിരിക്കും. ഒരേ സമയം പ്രതീക്ഷയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും സമ്മാനിക്കുന്ന ആയത്താണിത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായാൽ അവൻ ആ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകും, നിലനിർത്തും, നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകും. എന്നാൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ പ്രവർത്തിക്കുന്നത് നന്ദികേടാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമായിരിക്കും. സഹോദരങ്ങളെ, എങ്ങനെയാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുക? മുൻപ് നമ്മളൊരു ഖുതുബ വിശാലമായി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ചുരുക്കി പറയാം, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ആദ്യം എന്തു നമ്മൾ നേടിയാലും, ദുനിയാവിൽ എന്തു നമ്മൾ സമ്പാദിച്ചാലും, എത്ര സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും, എത്ര വലിയ വിദ്യാസമ്പന്നരാണെങ്കിലും, എത്രമാത്രം നേട്ടങ്ങൾ കൊയ്തെടുത്താലും അതെൻ്റെ കഴിവല്ല, എൻ്റെ സാമർഥ്യമല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ പാരമ്പര്യമല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ കനിവാണ്, അവൻ്റെ ഔദാര്യമാണ്, അവൻ്റെ ഓശാരമാണ്. അവൻ എനിക്ക് സമ്മാനിച്ചതാണ്, അവൻ എനിക്ക് രേഖപ്പെടുത്തിയതാണ്, അവൻ തന്നത് മാത്രമേ എനിക്കുള്ളൂ. ഈ തിരിച്ചറിവ് ഹൃദയത്തിൽ ആദ്യം ഉണ്ടാകണം. നന്ദിയുടെ പാഠം ആദ്യം തുടങ്ങുന്നത് ഹൃദയത്തിലാണ്. അല്ലാഹു നൽകിയതാണ് എന്ന തിരിച്ചറിവിൽ ലഭിച്ചതെല്ലാം എന്തുമാകട്ടെ, ഏതുമാകട്ടെ, അല്ലാഹുവിന്റെ കനിവും ഓശാരവും ഔദാര്യവും മാത്രമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു കഴിവും ഒരു ശക്തിയും എനിക്ക് സ്വയമായില്ല, അല്ലാഹു നൽകിയിട്ടല്ലാതെ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ എനിക്കൊന്നിനും സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് ഹൃദയത്തിൽ ആദ്യം ഉണ്ടാകണം. രണ്ടാമതായി, എന്തു ലഭിച്ചാലും എന്തു നേടിയാലും അല്ലാഹുവിലേക്ക് നാവ് കൊണ്ട് ചേർത്തി പറയാൻ, ക്രെഡിറ്റ് അല്ലാഹുവിന് പതിച്ചു നൽകാൻ നാവ് കൊണ്ട് നാം സന്നദ്ധരാകണം. എന്റേത്, എനിക്കുള്ളത്, ഞാൻ വെട്ടിപ്പിടിച്ചത്, എന്റെ മുതൽ, എന്റെ കഴിവ്, എന്റെ സാമർഥ്യം, എന്റെ അധികാരം, എന്റെ അറിവ് ജൽപ്പിച്ചുകൂടാ. ഞാൻ എന്ന ഭാവം വാക്കിലോ ഹൃദയത്തിലോ ഒരു മുസ്ലിമിനുണ്ടായിക്കൂടാ. അത് നന്ദിക്കെതിരാണ്, അള്ളാഹുവിനോട് അധികാരത്തിനെതിരാണ്, അത് അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് ചേർത്തി പറയുക, അൽഹംദുലില്ലാഹ്, അള്ളാഹു നൽകിയതാണിത്, അവനാകുന്നു സർവസ്തുതിയും, അള്ളാഹു നൽകിയതാണിത്, അവന്റെ ഔദാര്യമാണ്, അവന്റെ ഓശാരമാണ് എന്ന തിരിച്ചറിവിനോടൊപ്പം അത് അള്ളാഹുലേക്ക് ചേർത്ത് പറയുക, നമ്മിലേക്ക് ചേർത്തി പറയാതിരിക്കുക. മൂന്നാമതായി, നാവ് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ്, ഹൃദയം കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് നാവ് കൊണ്ട് അള്ളാഹുലേക്ക് അത് ചേർത്തി പറഞ്ഞു,
അവന് സ്തുതികൾ അർപ്പിച്ച് ശരീരം കൊണ്ട് ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന, അവൻ അനുസരിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക എന്നതാണ്. ഒരിക്കലും അള്ളാഹു നൽകിയ സമ്പത്ത്, അവൻ നൽകിയ അറിവ്, അവൻ നൽകിയ അധികാരം, അവൻ നൽകിയ ഭൗതിക സുഖങ്ങൾ അള്ളാഹു ഹറാമാക്കിയതിൽ വിനിയോഗിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ, ഒരു ഹറാമും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചാൽ അതാണ് നന്ദിയുടെ അവസാന പാഠം. അതുകൊണ്ട് ഹൃദയത്തിലും നാവിലും പ്രവൃത്തിയിലും രൂഢമൂലമാകുന്ന നന്ദിയുള്ളവരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ്. റിസ്ക് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണിത്. സഹോദരങ്ങളെ, അടുത്തതായി നാം സൂചിപ്പിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാകുക, അവനോട് എന്നും തൗബ ചെയ്യുന്നവരാകുക. അതിന് പ്രത്യേക സീസണില്ല, പ്രത്യേക കാലയളവില്ല, പ്രത്യേക സമയമില്ല. തൗബയും ഇസ്തിഗ്ഫാറും ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിലെ നിത്യസംഭവമാകണം. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു സദസ്സിൽ നിന്ന് അവിടുന്ന് ആ സദസ്സിൽ പങ്കെടുത്തു പിരിയുന്നതിന് മുമ്പ് 100 തവണ, ചില റിപ്പോർട്ടുകളിൽ അവിടുന്ന് 70 തവണ, 70ഉം 100ഉം തവണ ഒരു സദസ്സിൽ അവിടുന്ന് നിത്യജീവിതത്തിൽ ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിക്കാറുണ്ടായിരുന്നെങ്കിൽ, അതിന്റെ വാചകങ്ങൾ ഉരുവിടാറുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എത്രമേൽ അത് വർദ്ധിപ്പിക്കണം. അവിടുത്തെ ഹദീസിൽ കാണാം, ലിമൻ ഇസ്തഗ്ഫറ തൂബ ലിമൻ ഇസ്തഗ്ഫറ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരാണോ തങ്ങളുടെ നന്മയുടെ ഏടുകളിൽ ഇസ്തിഗ്ഫാറിന്റെ ശേഖരങ്ങൾ വർദ്ധിപ്പിച്ചത് അവന് സ്വർഗത്തിലേക്ക് മംഗളം. തൂബ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തന്റെ നന്മയുടെ ഏടുകളിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചവൻ, പാപമോചന തേട്ടം വർദ്ധിച്ചവൻ, അവന് സ്വർഗത്തിലേക്ക് സ്വാഗതമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ കേൾപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിവസവും തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കുക. അല്ലാഹു പറഞ്ഞു, വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസന. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തന്റെ സമൂഹത്തോട് പറയുന്നതായി സൂറത്ത് ഹൂദിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, വതൂബു ഇലൈഹി, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക തിന്മകളിൽ നിന്ന്. യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി എത്തുന്നത് വരെ, നിങ്ങളുടെ ആയുസ് തീരുന്നത് വരെ നിങ്ങൾക്ക് ഭൗതികമായ സുഖാനുഭവങ്ങൾ അവൻ നൽകുന്നതാണ്, മാന്യമായ ഉപജീവനം അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്താണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന് അമ്പിയാക്കളെ കൊണ്ട് അള്ളാഹു സമൂഹങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞതായി അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, ഇന്നഹു കാന ഗഫാറ, അവൻ തിന്മകൾ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദറാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയും അവൻ നിങ്ങൾക്ക് പുറത്തു നൽകുകയും ചെയ്യുക വഴി ആകാശത്ത് നിന്ന് അവൻ സമൃദ്ധമായി മഴ വർഷിപ്പിക്കുന്നതാണ്. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും അവൻ പോഷിപ്പിച്ച് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, ഭൗതികമായ ഫലഭൂയിഷ്ടമായ കായ്ക്കനികളുടെ തോട്ടങ്ങളും സമൃദ്ധമായ ജലപ്രവാഹങ്ങൾ അത് നൽകുന്ന അരുവികളും നിങ്ങൾക്ക് അവൻ ഒഴുക്കി തരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയുണ്ടായി നൂഹ് നബിയുടെ ഓർമ്മപ്പെടുത്തലിലൂടെ, സമൂഹത്തോടുള്ള ഉത്ബോധനത്തിലൂടെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ, പാപമോചന തേട്ടം, തൗബകൾ അധികരിപ്പിക്കുക എന്നത് മഴ വർഷിപ്പിക്കാനും ഭൂമിയിൽ കായ്ക്കനികൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനും അതുവഴി മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും ഉപജീവനോപാധികൾ അല്ലാഹു തുറന്നു കൊടുക്കാനും കാരണമായി നിശ്ചയിച്ചതാണ് എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അടുത്തതായി ഉപജീവന മാർഗങ്ങൾ വിശാലമാകാൻ ആഗ്രഹിക്കുന്നവർ കുടുംബബന്ധം ചേർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ നമ്മോടടുത്ത ബന്ധുക്കളോടുള്ള ബന്ധം നമ്മൾ വിളക്കി ചേർക്കുക, അത് നശിപ്പിക്കാതിരിക്കുക, അത് വിച്ഛേദിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഒരുപോലെ വന്ന നമ്മളെല്ലാവരും കേട്ടു പരിചയിച്ച സുപ്രസിദ്ധമായ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മൻ ശർറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വഅൻ യുംസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹ്. ആരാണോ തന്റെ ഉപജീവനത്തിൽ വിശാലത നേടാൻ ആഗ്രഹിക്കുന്നവൻ, അതുപോലെ തന്നെ തന്റെ ആയുസ്സിൽ
വർധനവുണ്ടാകാൻ ആഗ്രഹിക്കുന്നവൻ, ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകാനും ആയുസ്സിൽ വർധനവുണ്ടാകാനും ആഗ്രഹിക്കുന്നവർ ഫൽയസിൽ റഹിമഹു, അവർ കുടുംബബന്ധം ചേർക്കട്ടെ. ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് മാത്രം അങ്ങോട്ട് ബന്ധം ചേർക്കുക എന്നതല്ല കുടുംബ ബന്ധത്തിന്റെ പൂർണ്ണത. എന്നാൽ ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവരോട് പോലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ പ്രതിഫലവും ഇപ്പറഞ്ഞ നേട്ടങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് ബന്ധം ചേർത്തുകൊണ്ടേയിരിക്കുക എന്നതാണ് യഥാർത്ഥ കുടുംബ ബന്ധം. ചേർക്കുന്നവരോട് മാത്രം ചേർക്കുന്നവൻ അവനെ യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവനായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. അതാർക്കും സാധിക്കും. മറിച്ച് മുറിക്കുന്നവരോടും ബന്ധം ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിലും ഉപജീവനത്തിലും വിശാലത ചെയ്യാൻ കാരണമാണത്. സഹോദരങ്ങളെ, അടുത്തതായി നാം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്താണോ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നത് അത് ചെലവഴിക്കുക. അത് ചെലവഴിക്കുന്ന സംഖ്യയുടെ വലുപ്പമല്ല, കറൻസിയുടെ ആധിക്യമല്ല, നാണയത്തുട്ടുകളുടെ പെരുപ്പമല്ല, മറിച്ച് എത്ര ചെറുതാണെങ്കിലും 1 രൂപയാണെങ്കിലും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കാൻ സാധിക്കുന്ന, നമ്മുടെ തിന്മകളെയും നമ്മുടെ പാപക്കറകളെയും കരിച്ചു കളയാൻ സാധിക്കുന്ന, അള്ളാഹു നമുക്ക് ഉപജീവനം വിശാലമാക്കാൻ സാധിക്കുന്ന സ്വതക്കകൾ. അതുകൊണ്ട് സ്വതക്കകൾ നമ്മുടെ ഉപജീവനം വർദ്ധിക്കാനുള്ള കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു. അല്ലാഹു അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കി നൽകും. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അവൻ തെരഞ്ഞെടുത്തവർക്ക് അവൻ അത് നൽകും. വയഖ്ദിറു ലഹു, ചിലർക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം അത് ഇടുക്കമാക്കും, ഉപജീവനം ഞെരുക്കപ്പെടും. എന്നിട്ട് അവൻ പറഞ്ഞു, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, ഉപജീവനം വിശാലതയുള്ളവരും ഉപജീവനത്തിൽ വിശാലതയുള്ളവരും ഉപജീവനത്തിൽ ഞെരുക്കമുള്ളവരും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കട്ടെ. അങ്ങനെ അവർ ഉള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പകുത്തു നൽകിയാൽ, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, എന്താണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നൽകുകയാണെങ്കിൽ ഫഹുവ യുഖ്ലിഫു, അള്ളാഹു അതിന് പകരം നൽകുന്നതാണ്. എത്ര കുറച്ചാണെങ്കിലും എത്ര അധികമാണെങ്കിലും എന്ത് നിസാരമാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ പകരം നൽകുന്നവൻ അവനാണ്. വഹുവ ഖൈറുർ റാസിഖീൻ, അവനാണ് റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അവൻ ഉത്തമമായത് പകരം നൽകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത് നിങ്ങളുടെ സമ്പത്തിൽ നിന്നൊന്നും കുറയ്ക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ സമ്പത്തിൽ വർധന ഉണ്ടാക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉപജീവനം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉള്ളതെത്രയാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ദീനിനു വേണ്ടി പകുത്തു നൽകാൻ സന്നദ്ധരാകണം. ഭൗതിക വിശാലത കണ്ടെത്താൻ അത്ഭുതകരമായി നമുക്ക് സാധിക്കുമെന്നാണ്. അടുത്ത കാര്യം, ഹജ്ജ് ചെയ്തിട്ടുള്ളവർ, ഹജ്ജ് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചവർ ഹജ്ജിനെ തുടർന്ന് ഉംറ ചെയ്യുക എന്നത് ഉപജീവനം വിശാലമാകാനുള്ള മറ്റൊരു കാരണമാണ്. സ്വഹീഹായ ഹദീസിൽ കാണാം, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, ഹജ്ജ് ചെയ്തവർ ഹജ്ജിനെ തുടർന്ന് ഉംറ ചെയ്യട്ടെ. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ്, ഹജ്ജും ഉംറയും തുടരെ ചെയ്യുക എന്നത് ദാരിദ്ര്യത്തെയും പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യുമെന്നാണ്. കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ്, ഇരുമ്പിലെ അഴുക്കുകൾ കൊല്ലന്റെ ഉല അത് നശിപ്പിച്ചു കളയുന്നത് പോലെ, ഇരുമ്പിന്റെ ആലയിൽ ഇരുമ്പിന്റെ അഴുക്കുകൾ കൊല്ലന്റെ ഉല ശുദ്ധീകരിച്ച് ഇരുമ്പിനെ ശുദ്ധീകരിക്കുന്നത് പോലെ പാപക്കറകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ധന്യതയിലേക്ക് നമ്മെ ശുദ്ധീകരിച്ചെടുക്കും ഹജ്ജും ഉംറയും തുടർച്ചയായി ചെയ്യുക എന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. സാധിക്കുന്നവർ, പ്രത്യേകിച്ച് ഹജ്ജ് ചെയ്തവർ ഉംറ ഹജ്ജിനെ തുടർന്ന് ചെയ്യുക എന്നത് റിസ്ക് വർദ്ധിക്കാനുള്ള കാരണമാണ്. ഹജ്ജും ഉംറയും അധികരിപ്പിക്കുക എന്നത് സമ്പത്തിനെ കുറയ്ക്കുന്നില്ല. പലപ്പോഴും സമ്പത്തുള്ളവർ വരെ അതിൽ നിന്നും അടിച്ചു നിൽക്കുന്നത് അതിന് പൈസ ചെലവുണ്ട് എന്ന കാരണം പറഞ്ഞിട്ടാണ്. ഹജ്ജും ഉംറയും തുടരെ ചെയ്യുക എന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള കാരണമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മറ്റൊരു കാരണം, വിവാഹപ്രായമെത്തിയവർ അവർ വിവാഹം ചെയ്യുക എന്നത്. നമ്മുടെ യുവാക്കളിൽ നിന്ന്, നമ്മുടെ പെൺമക്കളിൽ നിന്ന് വിവാഹപ്രായമെത്തിയവർ, പ്രായപൂർത്തിയായവർ, അവരെ ദീനിന്റെ പരിഗണനയിൽ, ദീനിന്റെ മാനദണ്ഡത്തിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ആർഭാടങ്ങളില്ലാതെ
സ്ത്രീധനക്കൂത്തുകളില്ലാതെ, അതുപോലെ തന്നെ വിവാഹ മാമാങ്കങ്ങളില്ലാതെ, ദൂർത്തടിക്കലുകളില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിഗണിക്കാൻ പറഞ്ഞ ദീനിന്റെ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള വിവാഹത്തിൽ യുവാക്കളെയും ചെറുപ്പക്കാരികളെയും നിങ്ങൾ ഏർപ്പെടുത്തുക. അതവർക്ക് റിസ്ക് വർദ്ധിക്കാൻ കാരണമാണ് എന്നാണ്. വിവാഹം കഴിക്കുക, മക്കളുണ്ടാകുക എന്നത് ഒരു മനുഷ്യന്റെയും ഉപജീവനത്തിന് വിഘാതമല്ല, തടസ്സമല്ല. പലരും വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്, വിവാഹം വൈകിപ്പിക്കുന്നത് ബോധപൂർവം മാതാപിതാക്കൾ വിവാഹപ്രായമെത്തിയ മക്കളെ അതിൽ നിന്ന് തടയുന്നത് ഭൗതികമായ റിസ്കിന്റെയും അതുപോലെ തന്നെ ഉപജീവനത്തിന്റെയും കാര്യകാരണങ്ങൾ പറഞ്ഞിട്ടാണ്. കുറച്ചുകൂടി സമ്പാദിക്കണം, ആസ്തി കൂടുതൽ ഉണ്ടാകണം, സ്ഥലം വാങ്ങണം, പുരപണിയണം, എന്നിട്ട് മതി എന്റെ കല്യാണമൊക്കെ, സെറ്റിലായിട്ട് മതി, നീ മൂത്ത് നരച്ചാലും വേണ്ടില്ല എന്നതാണ് ചില രക്ഷിതാക്കൾ പറയാതെ പറയുന്നത്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട, അവർക്ക് ജോലി വേണമത്രേ, രണ്ടുകാലിൽ നിൽക്കണമത്രേ, എന്നിട്ട് മതി വിവാഹം. എന്നിട്ട് 30ഉം അതിലേറെ പ്രായമായി മുസ്ലിം ഉമ്മത്തിലെ പെൺമക്കൾ ജോലിയും പൈസ ഉണ്ടാക്കണമെന്നും ഉപജീവനത്തിന്റെ മാർഗങ്ങൾ തേടണമെന്നും പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിവാഹപ്രായമെത്തിയവർ, അതിന് കഴിവുള്ളവർ ബോധപൂർവം അത് വൈകിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഭൗതിക വിശാലതയ്ക്ക് തടസ്സമാണ്, ഉപജീവനം തടയപ്പെടാൻ കാരണമാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ അല്ലാഹു പറഞ്ഞു, വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങളിൽ നിന്നുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കൂ. വസ്വാലിഹീന മിൻ ഇബാദികും വഇമാഇകും, അന്നത്തെ പശ്ചാത്തലം മുൻനിർത്തി അല്ലാഹു പറഞ്ഞു, നിങ്ങളിൽ നിന്നുള്ള സദ്വൃത്തരായ അടിമകൾ ഉണ്ടാകും. സ്വതന്ത്രരല്ല, അവർക്ക് സ്വതന്ത്രമായി വിവാഹം ചെയ്യാനോ വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടാനോ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ സ്വാലിഹീങ്ങളായിട്ടുള്ള ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്ന അടിമകളുണ്ടെങ്കിൽ, അടിമ സ്ത്രീകളുണ്ടെങ്കിൽ, ഉടമകളെ, യജമാനന്മാരെ, നിങ്ങൾ അവർക്ക് ചാരിത്രശുദ്ധി സംരക്ഷിക്കാൻ, അവർക്ക് ഭൗതിക വിശാലത നേടാൻ കാരണമായ വിവാഹ ബന്ധത്തിലേക്ക് അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അവർ ദരിദ്രരാണെങ്കിൽ, അവിവാഹിതരായിട്ടുള്ള ആളുകളുടെ വിവാഹത്തിന് നിങ്ങൾ തടസ്സം പറയുന്നത് അവരെ ദാരിദ്ര്യമാണെങ്കിൽ, അവരെ ഭൗതിക വിശാലത കുറവാണെങ്കിൽ, അല്ലാഹു പറയുന്നു ഇയകൂനു ഫുഖറാ, അവർ ദരിദ്രരാണെങ്കിൽ, യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ധന്യത നൽകും. അല്ലാഹു ആണ് സമ്പത്ത് നൽകുന്നവൻ. സമ്പത്തിന്റെയും ഉപജീവനത്തിന്റെയും ഖജനാവുകളുടെ താക്കോലുകൾ അല്ലാഹുവിങ്കൽ ഭദ്രമാണ്. അവനാണ് അത് തുറന്നിട്ട് കൊടുക്കുന്നവർ, മറ്റാരുടെയും കുത്തകയല്ലാതെ. അതുകൊണ്ട് ദരിദ്രരാണെങ്കിൽ പോലും, അടിമകളാണെങ്കിൽ പോലും, അടിമ സ്ത്രീകളാണെങ്കിൽ പോലും അവർ സദ്വൃത്തരാണെങ്കിൽ, ദീനിനെ മുൻനിർത്തി ഈമാനിനെ സംരക്ഷിക്കാൻ, ചാരിത്രശുദ്ധി നേടാൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. അത് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുബാധ്യതയാണ്, മുസ്ലിം ഉമ്മത്തിന്റെ പൊതുബാധ്യതയാണ്. എങ്കിൽ നിങ്ങൾ തടസ്സം പറയുന്ന അവരുടെ ഉപജീവനോപാധികൾ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് കൊടുത്തവർക്ക് ധന്യതയും സമ്പത്തും നൽകുമെന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. കുട്ടികൾ, ചില ആളുകൾ അവരുടെ കുടുംബാസൂത്രണ പദ്ധതികൾ അത് ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് ഭൗതികമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ എത്ര മക്കൾ വേണമെന്ന് വരെ വിവാഹത്തിന് മുമ്പ് അവർ തീരുമാനിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലെ തന്റെ ഇണക്ക് പ്രസവിക്കാൻ വരെ അവൻ അനുമതി നൽകുകയുള്ളൂ. അല്ലെങ്കിൽ ഇക്കാലഘട്ടത്തിലെ പെൺകുട്ടികൾ അതിനെ സന്നദ്ധമാകുകയുള്ളൂ. എന്താണ് കാരണം? മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൗതിക ജീവിതം ഇടുങ്ങും, സമ്പത്തിന്റെ വിശാലത കുറയും, ഭാവി തലമുറക്കുള്ള ആസ്തി കുറയും. ഇങ്ങനെയുള്ള ആശങ്കകൾ അല്ലാഹു പറയുന്നു, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, പലരും ഗർഭചിത്രം നടത്തുന്നു, മക്കളെ കൊന്നുകളയുന്നു. അല്ലാഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്, നിങ്ങൾ ഗർഭചിത്രം നടത്തരുത്. ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയപ്പെട്ട് അവരെ പോറ്റണമെന്ന് പേടിച്ച് നിങ്ങൾ അവരെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നത് ഞാനാണ്, നാമാണ് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് സന്താനോൽപാദനം, കുട്ടികൾ ധാരാളമായി ഉണ്ടാകുക എന്നത് പോലും നമ്മുടെ റിസ്കിനെ വർദ്ധിപ്പിക്കുമെന്നാണ്, നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുമെന്നാണ്. അത് പേടിച്ച് മക്കളെ കൊന്നുകളയുക, ഗർഭചിത്രം നടത്തുക, കൂടുതൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ ആഗ്രഹിക്കുക എന്നത് റിസ്ക് തടയപ്പെടാൻ കാരണമാകുമെന്നാണ്. ഇസ്ലാമിന്റെ പാഠങ്ങളാണിത്. സഹോദരങ്ങളെ, അടുത്തതായി ഞാൻ സൂചിപ്പിക്കട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ഹിജ്റ പോകുക എന്നത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഹിജ്റ പോകാൻ നിർബന്ധിതമായ ഒരു സാഹചര്യമില്ല, നമുക്കറിയാം.
എല്ലാവർക്കും ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഹിജറ പോകാൻ സാധിക്കുകയുമില്ല. നമ്മൾ ആരും അത് പറയുന്നില്ല. മറിച്ച് ഹിജറ എന്നത് അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിക നാടുകളിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹിയും സ്വഹാബത്തും ഹിജറ പോകുന്നത് പോലെ പോകുന്ന ഹിജറയാണ് പരമാർത്ഥത്തിൽ ഹിജറയെങ്കിലും ആപേക്ഷികമായി നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാവുന്ന ഹിജറകളുണ്ട്. അതെന്താണ്? നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ, നമ്മുടെയും നമ്മുടെ മക്കളുടെയും ദീൻ സംരക്ഷിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ നാട്ടിൽ തന്നെ മാറി താമസിക്കുക എന്നത്, നമ്മുടെയും നമ്മുടെ മക്കളുടെയും ദീൻ ഫസാദാക്കുന്ന ഇടങ്ങളിൽ പാർക്കാതിരിക്കുക എന്നുള്ളത്, അവരെ നിസ്കാരത്തിനും ദീനിന്റെ നന്മകൾക്കും പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളിൽ, മസ്ജിദുകളിൽ നിന്ന് ബാങ്കുലികൾ ഉയരുന്ന ഇടങ്ങളിൽ, തൗഹീദിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട മസ്ജിദുകളിൽ സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്ന മസ്ജിദുകളിൽ, വെള്ളിയാഴ്ചകളിൽ തങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉത്ഭുതരാകാൻ ഉപദേശങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന ജുമാ ഖുതുബകൾ നടക്കുന്ന ഇടങ്ങളിൽ, ഇങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്കിടയിൽ ദീനിന്റെ നന്മകൾ പകർന്നും പകർത്തിയും കൊടുക്കുന്ന ഇടങ്ങളിൽ നമുക്ക് നമ്മുടെ മക്കളുടെയും ഭാവി തലമുറയുടെയും ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി മാറി താമസിക്കാൻ പറ്റുന്ന ഹിജ്റകളുണ്ടല്ലോ. ആ ഹിജ്റ ഇസ്ലാമിന്റെ ഭാഷയിൽ ആപേക്ഷികമായ ഹിജ്റയാണ്. ഇതുപോലും സാധിക്കുന്നിടത്ത് നമ്മൾ ചെയ്യാതെ നമ്മുടെ ദീൻ പണയം വെച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ റിസ്ക് പോലും തടയപ്പെടാൻ കാരണമാണ്. അവിടെ നമ്മുടെ റിസ്ക് നഷ്ടപ്പെടുമെന്ന ആശങ്ക. എങ്ങനെ ഞാൻ മാറി താമസിച്ചാൽ എൻ്റെ കച്ചവട ഏർപ്പാടും ബന്ധങ്ങളും കൂട്ടുകുടുംബവും സുഹൃത്തുക്കളും ഒക്കെ എവിടെയാണ് എന്ന് പലരും ന്യായം പറയും. പക്ഷെ അത് അസ്ഥാനത്താണ്. ദീൻ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നിടങ്ങളിലേക്ക് മാറി താമസിക്കുന്ന പോലെ, അത് വാടകക്കാണെങ്കിൽ പോലും സഹോദരങ്ങളെ, നമ്മുടെ റിസ്ക് വർദ്ധിക്കാൻ അത് കാരണമാണ് എന്നാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നു. സൂറത്തുൽ ഹജ്ജിൽ വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹ് ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا. നമ്മുടെ മാർഗത്തിൽ ഹിജറ പോകുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞു ഹിജറ വ്യത്യസ്ത രൂപങ്ങളിലുണ്ട്. അക്ഷരാർത്ഥത്തിലുള്ള ഹിജറയും ആപേക്ഷികമായ ഹിജറയും. ഇതിലേതു ഹിജറയുമാകട്ടെ, ദീൻ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന യാത്ര, മാറി താമസിക്കുന്ന ഇടങ്ങൾ, ഇതെല്ലാം ഇതിന്റെ അർത്ഥത്തിൽപ്പെടും, വ്യാപകാർത്ഥത്തിൽ. ആ മാർഗത്തിൽ ഇനി അവർ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ അവർ മരിക്കുകയോ സ്വാഭാവികമായ മരണം കൈവരിക്കുകയോ അതല്ലെങ്കിൽ മരിക്കാതെ അവർ ജീവിക്കുകയോ ചെയ്താൽ, ആ മാർഗത്തിൽ ശത്രുക്കളുടെ പീഡനം കാരണം അവർ കൊല്ലപ്പെടുക, ഷഹീദാകുക, അതല്ലെങ്കിൽ സ്വാഭാവിക മരണം വരിക്കുക, അതല്ലെങ്കിൽ അവർ മരിക്കാതെ ജീവിക്കുക, ഈ മൂന്നവസ്ഥകൾ ഉണ്ടാവും. ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന. അല്ലാഹു പറയുന്നു, അവർക്ക് മാന്യമായ മനോഹരമായ ഉപജീവനം നാം നൽകുക തന്നെ ചെയ്യും. നാം അവർക്ക് നൽകുക തന്നെ ചെയ്യും. മരിച്ചവർക്കും ഷഹീദായവർക്കുമുള്ള ഉപജീവനം റിസ്ക് എന്താണ്? അവരുടെ ബർസഹിൽ ഖബറിൽ സ്വർഗീയാനുഭവങ്ങളായിരിക്കും. അവർ നാളെ പരലോകത്തെത്തിയാൽ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന നിലക്കാത്ത റിസ്കിന്റെ പ്രവാഹമായിരിക്കും അവർ സ്വർഗീയാരാമങ്ങളിൽ. ജീവിച്ചിരിക്കുന്നവർക്കുള്ള റിസ്ക് എന്താണ്? ജീവിക്കാൻ മാന്യമായ ഭൗതികമായ വിഭവങ്ങൾ അല്ലാഹു അവർക്ക് നൽകുമെന്നാണ്. ദീൻ സംരക്ഷിക്കാൻ വേണ്ടി മാറി താമസിക്കുന്നവർ, പലായനം ചെയ്യുന്നവർ അല്ലാഹു ഏറ്റെടുത്തതാണ്. അല്ലാഹുവാണ് ഏറ്റവും ഉത്തമമായി റിസ്ക് നൽകുന്നവൻ എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, നമ്മുടെ ഉപജീവന മാർഗങ്ങൾ അല്ലാഹുവിങ്കിൽ നിന്ന് തുറന്നു ലഭിക്കാൻ, അത് നമുക്ക് അനുകൂലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഐഹിക ലോകത്തെ നമ്മുടെ ജീവിതം അത് പരലോകത്തിന് വേണ്ടി ലക്ഷ്യമാക്കുക എന്നതാണ്. ദുനിയാവിലെ നമ്മുടെ ലക്ഷ്യം ദുനിയാവാകാതിരിക്കുക എന്നതാണ്. ഈ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അത് ആഖിറമാക്കി സ്ഥാപിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായൊരു ഹദീസ്, എത്ര കേട്ടാലും ആഴത്തിലുള്ള ഇതിന്റെ പാഠങ്ങൾ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു ഹദീസ്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്ന എന്നെ ഏറെ സ്വാധീനിച്ച ഹദീസ് എന്ന് വ്യക്തിപരമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തി ദുനിയ ഹമ്മഹു
ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി വഫറഖ അലൈഹി ശംല വലം യതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. ആരാണോ ദുനിയാവിനെ ലക്ഷ്യമാക്കി ജീവിച്ചവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൺമുമ്പിൽ ദാരിദ്ര്യം ഇട്ടു കൊടുക്കും. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കവേ പറഞ്ഞു, അവന്റെ കൈകളിൽ നിറയെ സമ്പത്തുണ്ടെങ്കിലും, അവന്റെ സ്വത്തിന്റെ ശേഖരങ്ങളിൽ എത്ര ആസ്തിയുണ്ടെങ്കിലും, ഭൂലോകം വാഴ്ത്തിയ സമ്പന്നനാണെങ്കിലും, കോടിപതിയാണെങ്കിലും, ലക്ഷപ്രഭുവാണെങ്കിലും, അള്ളാഹുവിന്റെ ദുനിയാവിൽ അവന്റെ ലക്ഷ്യം ദുനിയാവ് മാത്രമാണെങ്കിൽ അവന്റെ കൺമുമ്പിൽ അള്ളാഹു ദാരിദ്ര്യം ഇട്ടു കൊടുക്കും. എത്ര കിട്ടിയാലും അവന് മതിയാവില്ല. വഫറഖ അലൈഹി ശംല, അവന്റെ കാര്യങ്ങൾ, ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾ അള്ളാഹു ഛിന്ന ഭിന്നമാക്കും. ഒരു കാര്യത്തിലും അവന് ബറക്കത്ത് കണ്ടെത്താൻ സാധിക്കുകയില്ല. മരിക്കുവോളം മരിക്കാതെ ദുനിയാവിന് വേണ്ടി ഓടുന്ന അവസ്ഥ. കാര്യങ്ങളിൽ ഒരു ബറക്കത്ത് ഉണ്ടാവുകയില്ല, ഛിന്ന ഭിന്നമാകും. അവന്റെ തിരക്ക് അവസാനിക്കുകയില്ല. എല്ലാം അവസാനിച്ചിട്ട് നന്നാകാമെന്നതാണ് ശൈത്താൻ അവൻ ഓതി കൊടുക്കുന്നത്. സമയമുണ്ടാകുകയില്ല മരിക്കുവോളം. എന്നാൽ ദുനിയാവിൽ നിന്ന് നശിക്കുന്ന ദുനിയാവിൽ മരിക്കാത്തതുപോലെ ദുനിയാവിന് വേണ്ടി നശിച്ചൊടുങ്ങിയവൻ അധ്വാനിച്ച് നേടി സമ്പാദിച്ചത് എന്താണ്? വലം യതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അല്ലാഹു രേഖപ്പെടുത്തിയതല്ലാതെ. അവനെ പടക്കുന്നതിന് മുമ്പ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു രേഖപ്പെടുത്തിയ അവന്റെ റിസ്കിൽ നിന്ന് 1 രൂപ അധികം അവന് സമ്പാദിക്കാൻ സാധിക്കും. 1 ഉറുപ്പിക അധികം. എത്ര തലകുത്തി മറിഞ്ഞാലും, എത്ര ചോര നീരാക്കി വിയർപ്പൊഴുക്കി ജീവിതം മുഴുവൻ ദുനിയാവിനെ നീ സമർപ്പിച്ചാലും, സഹോദര, എന്താണ് നിനക്ക് ദുനിയാവിൽ കിട്ടാൻ പോകുന്നത്? അള്ളാഹു രേഖപ്പെടുത്തിയതിനപ്പുറത്ത് എന്തെങ്കിലും കിട്ടുമോ? ഒന്നുമില്ല. ഇതാണ് ദുനിയാവ് ലക്ഷ്യമാക്കിയവരുടെ അവസ്ഥ. എന്നാൽ നേരെ തിരിച്ച്, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു, ആരുടെ ലക്ഷ്യമാണോ പരമപ്രധാനമായ തേട്ടം അത് ആഖിറമാക്കി സ്ഥാപിച്ചത്, ദുനിയാവിൽ അവൻ ജീവിക്കുന്നത് ദുനിയാവിന് വേണ്ടിയല്ല, ആഖിറത്തിന് വേണ്ടി. അതുകൊണ്ട് ആഖിറത്തിൽ സ്വർഗം നേടാൻ ദുനിയാവിനെ മെരുക്കുന്നവനാണ് അവൻ. ആഖിറത്തിനെ ബാധിക്കാത്ത ദുനിയാവ്, ആഖിറത്തിന് വേണ്ടി ദുനിയാവിനെ ഫ്ലെക്സിബിൾ ആക്കും അവൻ, ദുനിയാവിന് കടിഞ്ഞാനിടും അവൻ. കാരണം അവൻ ദുനിയാവിൽ ജീവിക്കുന്നത് സ്വർഗം നേടാൻ, ആഖിറത്തിന് വേണ്ടിയാണ്. ഇതാണോ ഒരാളുടെ ലക്ഷ്യം? ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, അവന്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ അള്ളാഹു ധന്യതയും സമ്പത്തും സ്ഥാപിക്കുമെന്നാണ്. അവന്റെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, പക്ഷെ ഹൃദയത്തിനുള്ളിൽ അള്ളാഹുവിന് ധന്യത രേഖപ്പെടുത്തും. അള്ളാഹു ഹൃദയത്തിൽ ധന്യത രേഖപ്പെടുത്തിയവനേക്കാൾ വലിയ സമ്പന്നനാരുണ്ട്? അള്ളാഹു ഹൃദയത്തിൽ ഐശ്വര്യം രേഖപ്പെടുത്തിയവനേക്കാൾ ലക്ഷപ്രഭുവും കോടിപതിയുമാരുണ്ട്? ദുനിയാവിൽ ആഖിറം ലക്ഷ്യമാക്കുന്നവന്റെ ഹൃദയത്തിൽ അള്ളാഹു ധന്യത രേഖപ്പെടുത്തുമെന്നാണ്. വജമഅ ലഹു ശംല, അവന്റെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ്. അള്ളാഹു സമാഹരിച്ചു നൽകും. അവനോട് ക്ഷീണിക്കേണ്ടി വരികയില്ല. അവന്റെ കാര്യങ്ങൾ പടച്ച റബ്ബ്, അവനെ പടച്ച് അവന് റിസ്ക് രേഖപ്പെടുത്തിയ റബ്ബ് ഏറ്റെടുക്കുമെന്നാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ആ ഹദീസ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, ദുനിയാവാണോ നിന്റെ ആശങ്ക? അതെ, ആഖിറം ലക്ഷ്യമാക്കി ദുനിയാവിൽ ജീവിച്ചാൽ ദുനിയാവ് കീഴ്പ്പെടുത്തപ്പെട്ടതുപോലെ നിന്റെ പിന്നാലെ വരുമെന്നാണ്. നിന്നെ തേടി ദുനിയാവ് വരുമെന്നാണ്. നീ ദുനിയാവിനെ തേടി അലയേണ്ടതില്ല, ജീവിതം ഹോമിക്കേണ്ടതില്ല. ആഖിറം ലക്ഷ്യമാക്കിയാൽ അള്ളാഹു നിന്റെ ദുനിയാവ് ഏറ്റെടുക്കുകയും ദുനിയാവ് നിന്റെ പിന്നാലെ വരുമെന്നാണ്. നമുക്ക് റിസ്ക് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ പാഠം ഇതാണ്. ആഖിറം ലക്ഷ്യമാക്കി ജീവിക്കുക എന്നതാണ്. പരലോകം ലക്ഷ്യമാക്കി ജീവിക്കുക എന്നതാണ്. ഒരു ദിവസം പോലും പരലോകത്തെ മറക്കാതെ, സ്വർഗത്തെ മറക്കാതെ, നരകത്തെ മറക്കാതെ, മരണത്തെ ഭയക്കാതെ, ഖബറിന് ഓർമ്മയില്ലാതെ ജീവിക്കാതിരിക്കുക എന്നതാണ്. റിസ്കിന്റെ വാതായനങ്ങൾ അത്ഭുതകരമായി നമ്മെ തേടിയെത്തുന്ന കാഴ്ചകൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും, ഖൽബ് കൊണ്ട് അനുഭവിക്കാൻ സാധിക്കും, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين في كل مكان. اللهم أعز الإسلام والمسلمين في كل مكان وأذل الشرك والمشركين في كل مكان.
اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.